ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്ത തരം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് അടക്കാപ്പുത്തൂർ സെൻറ്ററിലായിട്ട് ഒരു നഴ്സറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടതൊരു തവണ പോയി കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും കാണുന്നൊരു ആഗ്രഹം. അപ്പോൾ ഞാനൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ വണ്ടിയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക കേട്ടോ. നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പോയിട്ട് വരട്ടെ. വെറുതെ കാണാൻ വേണ്ടി പോവാ, അതെന്തെങ്കിലും വാങ്ങണ്ടോ? അറിയില്ല. പോയിട്ട് നോക്കിയിട്ട് അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ ഇടുന്നുള്ളൂ. ബാക്കി മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ ഇവിടെ പൂക്കളും പഴങ്ങളും പിന്നെ ചക്ക തന്നെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ അധികം സംസാരിക്കണില്ല. സംസാരിച്ചിട്ട് ഇനി നിങ്ങൾക്ക് ആ കാഴ്ച നഷ്ടപ്പെടുത്തണില്ല. ആ മനോഹരമായ കാഴ്ചകൾ, വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളൊന്നും കണ്ടിട്ട് വരും.
അങ്ങനെ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടോ, പോയി വന്നു. അപ്പം ഇനി വൈകുന്നേരത്തെ പരിപാടിയൊക്കെ നോക്കണേ. ഞങ്ങൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പം നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല, നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഈ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ചാനലുണ്ടാവും കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങളിത് ഗാർഡൻ നഴ്സറിയിൽ പോയി വരുമ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് വഴറ്റി. അപ്പോൾ അതായിട്ടുണ്ട്. ഇവിടെ ചിക്കനിൽ നമ്മളിതാ മസാലയും വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞിട്ടൊന്ന് ആട്ടിയെടുത്തിട്ട് പാർന്നെടുക്കുക. അപ്പോൾ ഒന്ന് നന്നാണ് മിക്സ് ചെയ്തെടുക്കുക. നിറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വെച്ച്. അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ ഇതൊന്ന് ഇറങ്ങിയതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ കറി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനിലേക്ക് ഇന്ന് ചോറാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ രാവിലത്തെ കുറച്ച് അപ്പമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ നിന്ന് അറിയിക്കുക. ബൈ.